റാഷിദയുടെ ഭർത്താവിന്റെ സമ്മതപ്രകാരമാണ് 68 വയസ്സുകാരനെ വിളിച്ചു കയറ്റുന്നത്. അപ്പൊ ഈ 68 വയസ്സുകാരനെ വിളിച്ചു കയറ്റുന്ന ആ സമയത്ത് ആലുവയിലെ ഫ്ലാറ്റിനകത്ത് കുറച്ച് ഒളി ക്യാമറകൾ റാഷിദയുടെ ഭർത്താവും വെച്ചു എന്നുള്ളതാണ്. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശിയായിട്ടുള്ള 68 വയസ്സുകാരൻ ഈ പറയപ്പെടുന്ന ഫ്ലാറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 68 വയസ്സുകാരൻ വരുമ്പോൾ റാഷിദ ഈ 68 വയസ്സുകാരനുമായിട്ട് അടുപ്പം കാണിക്കും, പരസ്പരം പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് റാഷിദയുടെയും ഭർത്താവായിട്ടുള്ള നിഷാദിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഇത് ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലാറ്റിനകത്ത് പലയിടങ്ങളിലായിട്ട് ചില ക്യാമറകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 68 വയസ്സുകാരൻ ഈ പറയപ്പെടുന്ന റാഷിദയോട് അടുപ്പം പുലർത്തിയതല്ല, മറിച്ച് റാഷിദ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് 68 വയസ്സുകാരനെ വലയിലാക്കിയതാണ്. അപ്പൊ 68 വയസ്സുകാരനെ പ്രലോഭിപ്പിച്ച് അയാളെ എങ്ങനെയെങ്കിലും തൻ്റെ അരികിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും റാഷിദ നടത്തി. കാരണം ഒരു കാര്യം ഈ റാഷിദയുടെ ഭർത്താവായിട്ടുള്ള നിഷാദിനും വ്യക്തമാണ്, 68 വയസ്സുകാരൻ ഇവരുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ, 68 വയസ്സുകാരനെ ട്രാപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പണം തങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പണം യാതൊരു തരത്തിലും തങ്ങൾക്കൊരു ദോഷമായി മാറില്ല എന്നുള്ള 100% വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 68കാരൻ നാട്ടിൽ മാന്യനാണ്, അത്യാവശ്യം കുടുംബ പാരമ്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ 68 വയസ്സുകാരൻ ഒരു കാരണവശാലും ഒന്നും പറയില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഹണി ട്രാപ്പ് സംഘങ്ങൾ വളർന്നു വരാനുള്ള, അല്ലെങ്കിൽ പ്രതിദിനം അപകടകരമാകുന്ന രീതിയിൽ കൂടി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ അന്തസ്സിന് ഭയന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ സൽപ്പേര് ഈ വിഷയത്തിലൂടെ നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. കുടുംബം അറിഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളാകെ വല്ലാത്തൊരവസ്ഥയിലായി പോകും എന്നുള്ള ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് പലപ്പോഴും പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലുവയിലെ ഫ്ലാറ്റിലേക്ക് എത്തി ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ക്ലിപ്പ് തങ്ങളുടെ കൈവശമുണ്ട് എന്ന് റാഷിദയുടെ ഭർത്താവും ഈ 68 വയസ്സുകാരനെ അറിയിച്ചപ്പോൾ 68 വയസ്സുകാരൻ ആകെ വല്ലാത്തൊരു വിഷമത്തിലായിട്ട് പോലും വീട്ടുകാരോടോ നാട്ടുകാരോടോ സുഹൃത്തുക്കളോടോ പറയാതിരുന്നത്. അയാൾ ആദ്യഘട്ടത്തിൽ, അതായത് റാഷിദയും ടീമും ആദ്യം തന്നെ വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞല്ല സമീപിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. പക്ഷെ കൊടുക്കാതിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന റാഷിദയുടെ ഭർത്താവും പറയുന്നു, നിങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളത്. ഇയാളാണെങ്കിൽ പെട്ടു, ഇയാൾക്ക് കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ട് ഇയാൾക്ക് നൽകുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, പറ്റുന്ന രീതിയിൽ കുറച്ച് കൊടുത്തു. ആദ്യം 1 ലക്ഷം കൊടുത്തു, പിന്നീട് 2 ലക്ഷമായി, പിന്നീട് 3ആയി, 4ആയി, 5ആയി, 10 ലക്ഷമായി. അതിങ്ങനെ കൂടി അവസാനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ കടം വാങ്ങി കൊടുക്കേണ്ട അതിദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഈ 68 വയസ്സുകാരനെത്തി. അങ്ങനെ ഇയാൾ കടം വാങ്ങിയിട്ട് ആകെ നാട്ടിലൊക്കെ പാട്ടായതുകൊണ്ടാണ്, കുടുംബക്കാർക്കിടയിൽ ഇത് വലിയ ചർച്ചയായതുകൊണ്ടാണ് ഈ വിഷയം പുറത്തു വരുന്നത്. അപ്പൊ ഇപ്പോൾ റാഷിദയുടെയും നിഷാദിന്റെയും ബാങ്ക് അക്കൗണ്ട്സ് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ പരപ്പനങ്ങാടി കോടതി ഈ നിഷാദിനെ അകത്തിടുകയും ഭാര്യയ്ക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യയ്ക്ക് അതായത് ഇവർക്ക് 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളെ ഈ ഒരു അവസ്ഥയിൽ ഉമ്മ അഥവാ ഇവരുടെ അമ്മ തനിച്ചാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് പരപ്പനങ്ങാടി കോടതി ഇടക്കാല ജാമ്യം കൊടുത്തത്. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ശക്തമായ അന്വേഷണത്തിലാണ്. ഈ പറയപ്പെടുന്ന റാഷിദയുടെയും നിഷാദിന്റെയും വലയിൽ വേറെ ആരെങ്കിലും വീണിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ 68 വയസ്സുകാരൻ വീണതുപോലെ മറ്റു പലരും വീണിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നിഷാദിനെ, റാഷിദയുടെ ഭർത്താവിനെ പോലീസ് എന്ത് ചെയ്യും, കസ്റ്റഡിയിലെടുത്ത് വ്യക്തമായ ചോദ്യം ചെയ്യൽ നടത്തും. ഈ ചോദ്യം ചെയ്യലിലൂടെ ആയിരിക്കും മറ്റുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരിക. അതിനാൽ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു,
ഇവരുടെ വലയിൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഉടൻ തന്നെ പോലീസിനെ സമീപിക്കുക. കാരണം ഇതൊരവസരമാണ്. ഈ ഒരു അവസരത്തിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളെ നമുക്ക് പൂട്ടിട്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതല്ല എങ്കിൽ ഒരു കേസ്, നാളുകളിൽ വീണ്ടും ഒരു കേസ്, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കേസ് എന്നതിനപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ തട്ടിപ്പിന് ഇവരുടെ അണി ട്രാപ്പിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വളരെ രഹസ്യമായിട്ട് പോലീസിനെ സമീപിക്കുക. അപ്പം അതിനനുസരിച്ചിട്ട് അവർ നീക്കങ്ങൾ നടത്തും. എന്തായാലും ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്, ഇപ്പൊ ഈ 68 വയസ്സുകാരൻ പണമൊക്കെ നൽകിയിട്ടുള്ളത് അക്കൗണ്ട് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് വഴി പണം ലഭിച്ചത് കൊണ്ട് തന്നെ വ്യക്തമായ രേഖകളുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ കൈവശം ലഡാക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച കാറടക്കം ഈ പറയപ്പെടുന്ന 68 വയസ്സുകാരന്റെ പണം കൊണ്ടാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാ രീതിയിലും പൂട്ടിടാൻ പോലീസിന് സാധിക്കും. എന്തായാലും റാഷിദയും നിഷാദിനെയും പോലെയുമുള്ള ചില കപ്പിൾസ് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ഭയം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി ഇതിലുള്ള ഇരകൾ സ്വീകരിക്കണം. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഇവർക്കെതിരെയുള്ള വാർത്തകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാനടക്കം ഇവരുടെ വലയിൽ പെട്ടുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തോതും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. അതിനാൽ തന്നെ റാഷിദയെ പോലെയുള്ള ആളുകളെ, നിഷാദിനെ പോലെയുള്ള ആളുകളെ ഒന്നും വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തു എന്ന് തന്നെ പച്ചക്ക് വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള മോശമായ കാര്യം ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയുന്നില്ല. കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഒളിക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് സഹായിക്കുന്നു, 68 വയസ്സുകാരനെ വലയിലാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് സഹായിക്കുന്നു. അപ്പൊ പോലീസും പറയുന്നത് എന്താണ്? ഇതൊക്കെ നിഷാദിന്റെ ആസൂത്രണമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഭാര്യയെ കൊണ്ട് ഭർത്താവ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പൊ ഭാര്യയെ ഒരു ടൂളാക്കി വെച്ച്, ഒരു ആയുധമാക്കി വെച്ചുകൊണ്ട് ഇവർ ഈ പരിപാടി എടുത്തു. നോക്കുക, ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമില്ല. അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ബ്ലോഗർമാരൊന്നും അല്ലല്ലോ ഇവർ. നമുക്കൊക്കെ അറിയുന്നത് വാർത്ത വരുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതും ഇവർക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളതും നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഒരു വാർത്ത വരുമ്പോഴാണ്. അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷാദിന്റെ പ്ലാൻ ആയിരുന്നു ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നിഷാദ് പ്ലാൻ ചെയ്ത് റാഷിദ ഇനിയും ആളുകളെ വലയിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ പരിശോധന വലിയ രീതിയിൽ നടത്തുകയാണ്. എന്തായാലും ഇവർ പെട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇടക്കാല ജാമ്യം നൽകിയത് കൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷ വേറെ ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് സർക്കാർ ഉറപ്പ് വരുത്തിക്കഴിഞ്ഞാൽ റാഷിദയും അകത്തു പോകുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക്.